പ്രേക്ഷകരെ, കോൺഗ്രസിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഈ ആദ്യ പട്ടിക ഈ മാസം അവസാനം തന്നെ പുറത്തുവിടുമെന്നാണ് AP അനിൽകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. KPCCയുടെ നേതൃ ക്യാമ്പ് ലക്ഷ്യ 2026 ഇന്നും നാളെയുമായിട്ട് വയനാട്ടിൽ നടക്കുകയാണ്. വയനാട്ടിൽ നിന്ന് ആൽവിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും വണ്ടൂർ MLA ശ്രീ AP അനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അപ്പം ലക്ഷ്യ 2026 കടക്കുകയാണ്. എന്താണ് ലക്ഷ്യം? കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തോടടുത്ത് നിൽക്കുന്ന ഈ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള ജനവികാരം വളരെ ശക്തമാണ്. ആ ജനവികാരത്തോടൊപ്പം കോൺഗ്രസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രവർത്തന പരിപാടികൾക്കൊക്കെ ഇന്നും നാളെയുമായിട്ടുള്ള ഈ ക്യാമ്പ് രൂപം കൊടുക്കും. ഈ മറ്റുള്ള കാലത്തെ അപേക്ഷിച്ച് സ്ഥാനാർത്ഥികളുടെ നിർണ്ണയമൊക്കെ നേരത്തെ ആക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. ഈ ഒരുപക്ഷെ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പേരുകൾ പലതും ഫൈനലൈസ് ചെയ്ത് വരുന്നു. അപ്പം അത്തരം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്കൊക്കെ ഉള്ള ചർച്ചകൾ ഏതെങ്കിലും തരത്തിലേക്ക് വരുന്നുണ്ട്? നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ അല്ല എങ്കിൽ പോലും ആ ഒരു ലീഡർഷിപ്പ് എടുത്തു കാട്ടിയുള്ള ഒരു പ്രചരണമായിരിക്കുമോ? ഞാൻ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ മുൻകാലത്ത് വ്യത്യസ്തമായ സ്ക്രീനിങ് കമ്മിറ്റി AICC പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജനുവരി ആദ്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകാലത്ത് ഇത്ര നേരത്തെ പ്രഖ്യാപിക്കാറില്ല. അത് തന്നെ നൽകുന്നൊരു സന്ദേശം എന്താ? നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ AICC അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. KPCC ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം നേരത്തെ നടത്താൻ കഴിയും എന്നാണ് കരുതുന്നത്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് നീക്കുന്നത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയുണ്ട്. കോൺഗ്രസ് അത് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ കമ്മിറ്റി കൂടുക, അതിനുശേഷം മുഖ്യമന്ത്രി ആരെ എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇതൊക്കെ മുൻകാലത്തുള്ള നടപടിക്രമങ്ങളാണ്. ആ രീതിയിൽ തന്നെ ഇത്തവണയും പോകും. ഇതിനകത്ത് എല്ലാവരുടെ ഭാഗത്തും കോൺഗ്രസ് ഉൾപ്പെടെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ, കേരള കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ UDF ഘടകകക്ഷികളും ഒരുമിച്ച് പോകുന്നതിന് എന്താണോ വേണ്ടത്, വിട്ടുവീഴ്ചയാണോ, ആ വിട്ടുവീഴ്ച കോൺഗ്രസും ചെയ്യും, ലീഗും ചെയ്യും, എല്ലാവരും ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരത്തിനപ്പുറത്ത് അത് തടസ്സം നിൽക്കുന്ന ഒന്നും ഉണ്ടാവില്ല. ഈ കനകോലു കമ്മിറ്റി മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം എത്തി പേരുകൾ സ്വരൂപിച്ച് പോയിട്ടുണ്ട്, കാര്യങ്ങൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഇന്ന് ചർച്ചയിലേക്ക് വരും അല്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡാറ്റാസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഞങ്ങൾ നടത്തും. അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകളും നടത്തും. മുതിർന്ന നേതാവ് AP അനിൽകുമാർ അദ്ദേഹം ലക്ഷ്യ 2026 സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്.